കാവിൻ്റെ പരിസരത്ത് കാവിൻ്റെ മുൻഭാഗം നല്ലതാണ്. മുൻഭാഗം എന്ന് പറഞ്ഞാൽ കിഴക്ക് ഭാഗം നല്ല ലഗ്നോദയത്തിങ്കിൽ മാതൃകുമ്പേ പിതൃശുക്ലം വലിച്ചെന്നാൽ സൽസന്താനോത്ഭവം ബലം. അതുപോലാണ് ഭൂമിയിൽ കല്ലിടുന്ന സമയവും അത്ര കൃത്യമായിട്ട് നല്ലത് നോക്കി ആഞ്ഞിലിയൊക്കെ മേടിക്കുമ്പോഴേ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് വണ്ണം കൂടിയ സാധനം എടുക്കണം. നമ്മൾ പ്രായം ചോദിക്കുന്നത് ശരിയല്ല, എന്നാലും 72 വയസ്സ് പ്രായമുള്ള ഒരു പെരുന്തച്ഛനെന്ന് തന്നെ വേണം ഞാൻ വിശേഷിപ്പിക്കും. നിങ്ങൾക്ക് എങ്ങനെ വേണം വിശേഷിപ്പിക്കും. ഞാൻ കണ്ടൊരു പെരുന്തച്ഛനെന്ന് പറയുക, അതായത് കാർപ്പൻട്രി മേഖലയിൽ ശാസ്ത്രീയപരമായിട്ട്, സാധാരണ രീതിയിലല്ല, അതിൻ്റെ ശാസ്ത്രീയപരമായിട്ട് അതിൽ പഠനം നടത്തി ആ മേഖലയിൽ ഇറങ്ങി ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നമ്മുടെ അടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ടുണ്ടായിരിക്കും. വരുന്ന കാർപ്പൻട്രി മേഖലയിലുള്ള ആളുകൾക്ക്, ഈ മേഖലയിലൊക്കെ വരാൻ കഴിയുന്നവർക്ക് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഈ മനുഷ്യന് തരാൻ കഴിയും. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. നമുക്ക് ചോദിക്കാനുള്ളത് പറഞ്ഞ് ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള വശങ്ങളും അവൻ പഠിച്ചിട്ടുണ്ടല്ലേ? ടെക്നിക്കലായിട്ട് IT പഠിച്ചാൽ അതിൻ്റെ തിയറി പഠിക്കാം ഓരോന്നുണ്ട്. ഇപ്പോൾ ഒരാളിനോട് ഒരു ചിന്തയിലിടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും, പക്ഷേ ഒരാൾ ചെയ്യുന്ന ഒരാളിന് പറയാൻ പറ്റത്തില്ല. അത് എങ്ങനെയാണ് അതതിൻ്റെ കാര്യം. അപ്പോൾ അതെ, അതിൻ്റെ തിയറിക്കലായിട്ട് പറയാം. ചിന്തയുടെ അടുത്ത് കൈവച്ച് തന്നെ ഫ്രണ്ട് തുടങ്ങുമ്പോൾ ഫ്രണ്ട് അമർത്തി പിടിക്കണം, മുമ്പോട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരുപോലെ അമർത്തണം, ലാസ്റ്റ് അതായത് ബാക്ക് വശമായിരിക്കണം ചിന്തേരൻ്റെ അമർത്തുക. ഇതിങ്ങനെ ഓരോ വർക്കിനും തിയറിയുണ്ട്. തിയറി പഠിക്കാതെ ചെയ്താൽ എല്ലാവരും ജോലി ചെയ്യും, പക്ഷെ അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല വിഷയം. മനസ്സിലായി? അതാണ് അതിൻ്റെ തിയറി. പിന്നെ കട്ടള ജനലുകളൊക്കെ പണിയുവാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള തടികൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമായിരിക്കും? കുറേ നല്ല വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ ആഞ്ഞിലി, പ്ലാവ്, അല്ലെ കടമരം, പിന്നെ തേമ്പാവ്, ഇതൊക്കെ ഉപയോഗിക്കുന്ന ഒക്കെ വനത്തിലെ തടികളാണ്. നമ്മുടെ നാട്ടിൻ തടി ഇപ്പോഴും കിട്ടുന്നുണ്ട്. കടമരമാണ് ഇരുപൂളെന്ന് പറയും ചില സ്ഥലത്ത്. അതിന് ഓരോരുത്തർക്കും ഓരോന്നാണ് പറയുന്നത്. തേമ്പാവ്, തേക്കൊക്കെ നല്ലതാണ്, പക്ഷേ കോസ്റ്റ്ലിയാണ്, ഒരുപാട് പൈസയാവും. പിന്നെ സാധാരണക്കാരന് പറ്റിയത് ആഞ്ഞിലി ഒക്കെയാണ്. കുറവാണ്, കോസ്റ്റ് കുറവാണ്. പിന്നെ അതിനകത്ത് ഈ ആഞ്ഞിലിയൊക്കെ മേടിക്കുമ്പോഴേ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് വണ്ണം കൂടിയ സാധനം എടുക്കണം. അപ്പോൾ അങ്ങനെ പ്രായം കാണത്തുള്ളൂ. അതിൻ്റെ നമുക്കിപ്പോൾ ഈ ശാസ്ത്രീയമായിട്ട് ആനുവൽ റിങ്സ് ഒന്നും എഴുതി ഇത്ര വർഷത്തെ പഴക്കമൊന്ന് കണ്ടുപിടിക്കാൻ പാടാണ്. അത് പച്ചമരം വെട്ടിയിട്ടാൽ കറക്റ്റായിട്ട് ക്രോസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കിയാൽ അതിൻ്റെ ആനുവൽ റിങ്സ് പിത്ത് തൊട്ട് സെൻറ്റർ തൊട്ട് ലാസ്റ്റ് ഔട്ട് സൈഡ് വരെയുള്ളത് ഓരോ ആനുവൽ റിങ്സ് കാണാം. ആ റിങ്സ് എണ്ണിയാൽ എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. അതാണ് പറ്റും. അങ്ങനെ ഈ തേക്കിൻ്റെയൊക്കെ പറയുന്നത്. തേക്കിൻ്റെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രെയിൻസ് കൃത്യമായിട്ട് കാണാൻ പറ്റും. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് പറ്റിയ കണ്ണട വെച്ച് നോക്കിയാലേ ആനുവൽ റിങ്സ് കാണാനൊക്കും. അപ്പോൾ ഒരു വർഷം ചില തടിയാണെങ്കിൽ കൂടുതൽ വരും, ചിലത് വളരെ കുറച്ചായിരിക്കും. കുറച്ച് വണ്ണം വെക്കുന്നതിനാണെങ്കിൽ അതിന് ഹാർഡ് കൂടുതലായിരിക്കും, കടുപ്പം കൂടുതലായിരിക്കും. പെട്ടെന്ന് വീർക്കുന്നത് കടുപ്പം കുറവായിരിക്കും. അപ്പോൾ അത് സോഫ്റ്റ് ആകുമ്പോൾ അതിന് ഒരുപാട് ദോഷവശങ്ങളുണ്ട്. നാടൻ തേക്കാണെങ്കിൽ ഒരു വർഷം കൊണ്ട് 1 സെൻറ്റിമീറ്റർ വരെ വളരുന്നതാണ്. അതിൻ്റെ റേഡിയസ് 1 സെൻറ്റിമീറ്റർ. അതേസമയം അത് കൂപ്പിലെ തേക്കൊക്കെ ആണെങ്കിൽ 1 മില്ലിമീറ്ററേ വളരത്തുള്ളൂ. അങ്ങനെയുള്ള വ്യത്യാസമാണ്. അറയും വരെയൊക്കെ ഉപയോഗിക്കാൻ ഒരു കുഴപ്പമില്ല. ഓരോരുത്തർ പറയുന്നുണ്ട് താഴത്തെ പടി ഈ പ്ലാവ് വെച്ചാൽ ക്രോസ് ചെയ്യരുത്, ദേവവൃക്ഷമാണെന്നൊക്കെ. ഒരർത്ഥവുമില്ല. അങ്ങനെയാണെങ്കിൽ പഴയ കാലത്ത് കട്ടള ജനലെല്ലാം അല്ല ഈ പ്ലാവാണ്. പിന്നെ ക്ഷേത്രങ്ങളുടെ എല്ലാം അങ്ങനെയാണെങ്കിൽ അതും ക്രോസ് ചെയ്യരുതല്ലോ, ക്ഷേത്രങ്ങൾക്കും പറ്റി. അങ്ങനെ നമ്മളിപ്പോൾ മില്ലിൽ പോയൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴോ അത് അനുസരിച്ച് സാമ്പത്തിക ശേഷിയാണ് ഇതൊക്കെ മെയിനായിട്ട് വരുന്നത്. സാമ്പത്തികം ഉള്ളവനാകുമ്പോൾ നല്ല വിളഞ്ഞ മരമെടുക്കാം. വിളവുള്ളതെന്ന് പറഞ്ഞാൽ പഴയ കാലത്താണ് ആഞ്ഞിലിയുടെ വെള്ള പൊടിയത്തില്ലെന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ ഒരു 100 വർഷത്തിന് മേലുള്ള ആഞ്ഞിലിയായിരിക്കും.
അതിൻ്റെ വെള്ളം പൊടിയത്തില്ല, ഹാർഡ് കടുപ്പം കൂടുതലൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഇങ്ങനെ തടി സാധാരണയായിട്ട് നമ്മൾ സാധാരണക്കാരനെ എടുത്തെന്നിരിക്കട്ടെ, അപ്പോൾ ഇതിനെ കൂടുതൽ കാലം ഈട് നിൽക്കാൻ വേണ്ടി ഇവൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അതിന് ട്രീറ്റിംഗ് എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് ലായനിയിൽ മുക്കി പുഴുങ്ങി കഴിഞ്ഞിട്ട് അത് പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് സീസണിങ് ചെയ്യണം. അതിൻ്റെ അമ്ലാംശം നട്ടാൽ നമുക്ക് ചെയ്യണം, പക്ഷെ അത് കുറേ കോസ്റ്റാണ്. നമ്മളിവിടെ വെളിയിലൊക്കെ ആ സമ്പ്രദായമുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. വെളിയിൽ സീസണിങ് നടത്തിയിട്ടുണ്ട് 15 ദിവസം. ഇവിടെ 7 ദിവസം കൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത്. 2 അതിൻ്റെ മോയ്സ്ചർ കണ്ടൻസ് കുറയ്ക്കുക. തടിയുടെ മോയ്സ്ചർ കണ്ടൻസ് കുറഞ്ഞെങ്കിലേ ആ തടി ഉപയോഗിക്കാൻ കൊള്ളാവും, മനസ്സിലാവും. അതാണ് അത് സാധാരണ ആരും സീസണിങ് ചെയ്യാറില്ല. അതാണ് ചെയ്ത് വെച്ചിട്ട് എത്ര ദിവസത്തിനകം നമുക്ക് ഉപയോഗിക്കണം? അത് കട്ട് ചെയ്തിട്ട് അത് ഈ സീസണിങ് ചെയ്യുകയാണെങ്കിൽ 15 ദിവസം കൊണ്ടൊക്കെ ചെയ്യാം, ആർട്ടിഫിഷ്യലായിട്ട് സീസൺ ചെയ്യുന്നത്. അതേസമയം പിന്നെ ഈ സാധാരണ നമ്മുടെ നാച്ചുറലായിട്ട് ഒക്കെ ചെയ്യണമെങ്കിൽ അത് കുറഞ്ഞ 1 വർഷം 2 വർഷമൊക്കെ പിടിക്കും. തടി വെട്ടിയിട്ട് അതിൻ്റെ അമ്ലാംശം മുഴുവൻ പോകണം. പോയെങ്കിലേ അത് ഉപയോഗിക്കാൻ കൊള്ളാവും. അതായത് പൂർണ്ണമായിട്ട് ഡ്രൈ ആകരുത്, എന്നാൽ 50% എങ്കിലും അതിനകത്ത് തടിയുടെ ജലാംശം വേണം. ഉണ്ട് അല്ലെങ്കിൽ തടി എന്ന് പറയാനൊക്കത്തില്ല. തടിക്കൊരു സോഫ്റ്റ്നെസ് ഉണ്ട്. വർക്ക് ചെയ്യുന്നതിനും ഒക്കെ ടൂൾസ് വെച്ച് അടിക്കുമ്പോൾ അത് പുളിയാതിരിക്കും, വൃത്തിയായിട്ടിരിക്കുകയൊക്കെ ചെയ്യും. ഫിനിഷിങ് കിട്ടും. ഫുള്ളങ്ങ് ഉണങ്ങി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ക്രാക്ക് വീഴുകയൊക്കെ ചെയ്യും. പല ദോഷങ്ങളുണ്ടാവും. തേക്കായാലും തേക്ക് നല്ലതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇളം തടിയാണെങ്കിൽ അതും പെട്ടെന്ന് ദ്രവിച്ചു പോകും. അപ്പം ആഞ്ഞിലി, പ്ലാവ്, തേക്ക് മുതലായ തടികൾ നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ നല്ലതാണ്. തിരഞ്ഞെടുക്കുമ്പോൾ ഇത്രയും വർഷം പഴക്കമുണ്ടോ? മിനിമം ഒരു 50 വർഷമെങ്കിലും പഴക്കമുള്ളത് തിരഞ്ഞെടുക്കും. തേക്ക് 40 വർഷം കഴിഞ്ഞായിരിക്കും ഏറ്റവും അതിനുശേഷം. അപ്പോൾ അതുപോലെ തന്നെ മാമൻ വാസ്തുവിദ്യയിൽ ശാസ്ത്രീയമായ അതും കൈകാര്യം ചെയ്യുന്ന ആളാണെന്ന് അറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊരു എങ്കിലും ഒരു നല്ല സമയമാണെങ്കിൽ ഞാൻ പറയുന്ന എല്ലാം കൃത്യമായിരിക്കും. അപ്പം മാമ ഒരു വീട് വെക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് വാസ്തുപരമായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, വലിയൊന്നും ഗഹനമായിട്ട് വേണ്ട, മാമൻ എന്തൊക്കെ ശ്രദ്ധിക്കാറുണ്ട്? ഞാൻ ശ്രദ്ധിക്കുന്നത്, ഒന്നാമത്തെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ഈ പെര വയ്ക്കാൻ പോകുന്ന ആളിൻ്റെ സമയം നന്നായിരിക്കണം. അവിടെയുള്ള വീട്ടുകാരെല്ലാം സ്വരുമയായിട്ടിരിക്കുന്നവരായിരിക്കണം. എന്നെങ്കിലേ നമ്മുടെ ഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം. നല്ല ലഗ്നോദയത്തിങ്കിൽ മാതൃകുമ്പേ പിതൃശുക്ലം വലിച്ചെന്നാൽ സൽസന്താനോത്ഭവം ബലം. അതുപോലാണ് ഭൂമിയിൽ കല്ലിടുന്ന സമയവും അത്ര കൃത്യമായിട്ട് നല്ലത് നോക്കി. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നല്ല സന്താനോത്കാരം, മനുഷ്യർക്ക് നല്ല സന്താനമുള്ള. അതുപോലെ ഭൂമിയിലും നല്ല സന്താനം എന്ന് പറഞ്ഞാൽ പുതിയ നല്ല വീട് വെക്കുക. ആ നല്ല വീടുണ്ടാവും. അതാണ് അതിൻ്റെ കാരണം. വീടുണ്ടാകാനായിട്ട് ഇതാ ചെയ്യേണ്ടത്. നല്ല സമയമായിരിക്കണം. എല്ലാവരുടെയും സമയം നന്നായിരിക്കണം. വീട്ടുകാരൻ്റെ സമയം നല്ലതായിരിക്കണം. ഈശ്വരാനുഗ്രഹം വേണം. ഇതെല്ലാം ഉണ്ടെങ്കിലേ വീട് വെച്ചാൽ ഐശ്വര്യം ഉണ്ടാവത്തുള്ളൂ, മേൽഗതി ഉണ്ടാവത്തുള്ളൂ. അതേപോലെ തന്നെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ചോദിക്കുവാണ്, എൻ്റെ മനസ്സിൽ തോന്നിയൊരു സംശയമാണ്, ഈ കാവിൻ്റെ പരിസരത്തൊക്കെ കാവിൻ്റെ മുൻഭാഗം നല്ലതാണ്. മുൻഭാഗം എന്ന് പറഞ്ഞാൽ കിഴക്ക് ഭാഗം പ്രതിഷ്ഠയുണ്ടെങ്കിൽ അതിൻ്റെ കിഴക്ക് ഭാഗം കൊള്ളുകയില്ല. ഇനി എതിർവശത്ത് താമസിക്കുന്നവർക്ക് ദോഷം വരും. അതായത് മുൻവശത്ത്. പിന്നീട് ഈ വാസ്തുപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ? പിന്നെ വസ്തുവിൻ്റെ കിടപ്പ്, പിന്നെ അത് പെട്ടെന്ന് ഒരാൾ കണ്ടാലും മനസ്സിലാവത്തില്ല. അവിടെ വസ്തു ചെന്ന് കണ്ടെങ്കിലേ അത് മനസ്സിലാവത്തുള്ളൂ. പ്രധാനമായിട്ടും പറ്റിക്കുന്ന ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ മുഴുവൻ വഞ്ചനയാണ്. ഏതാണ്ട് 90% ഈ ആളുകൾ ഈ പൈസയ്ക്ക് വേണ്ടി മാത്രം ഓരോരുത്തരെ പറഞ്ഞ് ധരിപ്പിച്ച്. ഇപ്പോഴത്തെ ഈ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഓരോരുത്തർ കാണിക്കുന്നില്ലേ ചില ആശുപത്രികളിൽ, അതുപോലെ അവരെ ഒന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരെ കിട്ടാവുന്നതിൻ്റെ പരമാവധി പൈസ വിടുങ്ങുക. ഇത് തന്നെ ഇന്നത്തെ ശാസ്ത്രം. ഓരോരുത്തർക്കും അറിയത്തില്ല, പറയുന്ന എല്ലാം തെറ്റായിരിക്കും. ഈശ്വരാനുഗ്രഹം ഉള്ളവൻ പറഞ്ഞാൽ അതിന് പ്രയോജനപ്പെടും. അത് ഈശ്വരൻ്റെ അനുഗ്രഹം അവൻ പറയുന്നത് ശരിയായിരിക്കും അന്നേരം. അതെ, അല്ലാത്തവൻ പറഞ്ഞാൽ വെട്ടിപ്പായിരിക്കും. അവന് പൈസ മാത്രം മതി. ഇത് എന്നെ സംബന്ധിച്ച് ഞാൻ പോവുകയാണെങ്കിൽ ആ വീട്ടുകാരനൊരു പ്രയോജനം വരണം എന്നുള്ള അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ അവർ എന്നെ വന്ന് വിളിക്കുകയില്ലല്ലോ. അങ്ങനെ ഞാൻ ഒരുപാട് പേര് പോകുന്നുണ്ട്, ഒരുപാടത്ത് പോകുന്നുണ്ടല്ലേ.
കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അവരുടെ പ്രയാസങ്ങളൊക്കെ പറയുന്നത് മാറിയിട്ടുമുണ്ട്. ശരിക്കും ഇതിനകത്തൊരു സയൻസ് ഉണ്ടോ? എൻ്റെ ഒരു സ്വാഭാവിക സംശയം. സയൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് യഥാർത്ഥ ശാസ്ത്രീയമായ രീതിയിൽ ഗ്രഹങ്ങളും അമ്പലം പള്ളി ഇതൊക്കെ വെച്ചതൊന്നും പൊളിക്കാൻ പറ്റുന്നില്ല. ചില ക്ഷേത്രങ്ങളൊക്കെ നശിക്കുന്നില്ല. അല്ലെ അവരൊരു പീരീഡ് നിശ്ചയിക്കും, അത് കഴിഞ്ഞേ അത് നശിക്കത്തുള്ളൂ. അപ്പോൾ അത് ശില്പി നിശ്ചയിക്കുന്ന പീരീഡാണ്. നമ്മളൊരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവനൊരു ആയുസ് നിശ്ചയിക്കാൻ ഈശ്വരനാണ് എന്ന് പറഞ്ഞാലൊരു വീട് തുടങ്ങുമ്പോൾ അത് ആ ശില്പി നിശ്ചയിക്കും. അവൻ്റെ മനസ്സിൽ ഇങ്ങനെ നിശ്ചയം ഉണ്ടാക്കും. അവന് മാത്രമേ ഇത് പറയാൻ അർഹതയുള്ളൂ. അവൻ പറഞ്ഞാൽ അത് ഫലവുമായിരിക്കും. വാസ്തു തെറ്റായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രോഗവും മരണവും ഒക്കെ ഉണ്ടാകുമെന്ന് പറയുന്നതിൽ ഒരു സയൻസ് ഉണ്ടോ? സത്യമോ സയൻസ് ഉണ്ടോ? ഉണ്ട്. അങ്ങനെ ഒരു സത്യവും ഇല്ലാത്തതാണോ? നമ്മുടെ കൈരേഖ ഇപ്പോൾ എല്ലാം ഒരു പ്രൂഫാണ്. ആണോ? എന്ത് സത്യമാണ് അതിനകത്തുള്ളത്? ഈ രാജ്യത്ത് ലോകത്തൊരു മനുഷ്യർക്ക് എൻ്റെ കൈരേഖയില്ല. അപ്പോൾ ശാസ്ത്രം ഉള്ളത് തന്നെ. ഒന്നും രണ്ട്, അത് ആര് കണ്ടുപിടിച്ചാൽ പിന്നീടായാലും ഒന്നും രണ്ടാ. അങ്ങനെ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് 99% കണക്കാ. അപ്പോൾ പ്രകൃതിയായിട്ടുള്ള കണക്കാണ്. മനുഷ്യൻ്റെ ജനനം മരണം ഇങ്ങനെയൊക്കെയുള്ള കണക്കുകളുണ്ട്. മനുഷ്യൻ ജനിച്ചാൽ അതിൻ്റെ ബാല്യകാലമുണ്ട്, കൗമാരമുണ്ട്, വാർദ്ധക്യം, മരണം. അതാ മരണച്ചുറ്റെന്നൊക്കെ പറയുന്നത്. അത് പല രീതിയിലും പലരും വിഡ്ഢിത്തരം പറഞ്ഞു മനസ്സിലാക്കുന്നു. പഴയ കാലത്ത് ഭരണച്ചുറ്റ് പറഞ്ഞാൽ എളുപ്പം വെക്കുന്നതെന്ന് പറഞ്ഞാൽ അന്ന് ഉത്തരക്കൂട്ടുണ്ടായിരുന്നു. ഇന്ന് ഉത്തരക്കൂട്ടുള്ള വീടുകളില്ല. അതെല്ലാം ഇന്ന് കട്ടയാണ്. അല്ലെങ്കിൽ ഹോളോ ബ്രിക്സോ അല്ലെങ്കിൽ സോളിഡ് ബ്രിക്സോ അങ്ങനെയൊക്കെയുള്ള സാധനം വെച്ചാണ്. അതിൻ്റെ അളവും ഈ കണക്കുമായിട്ട് യാതൊരു യോജിപ്പും ഇല്ലാത്തതാണ് ഒന്ന്. പിന്നെ ഉത്തരം കൂട്ടി വെച്ചാൽ അതിന് കണക്കുണ്ട്. ഉത്തരത്തിൻ്റെ ഒരു കണക്കുണ്ട്. ഓരോ കണക്കും വികസിക്കുന്ന 16 അങ്കുലം വെച്ചാൽ കണക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എല്ലാം കണക്കാണ്. അപ്പോൾ അങ്ങനെ 16 അങ്കുലം വരാനുള്ള കാരണമുണ്ട്. കാരണം പഴയ കാലത്ത് ഉത്തരത്തിൻ്റെ കണക്കാണ്. ഉത്തരത്തിന് 2 അങ്കുലം കനമായിരുന്നു. അത് ചരിച്ചുത്തരമായിട്ടാണ് ചെയ്യുന്നത്. അതാണ് കണക്കും പ്രകാരം വെച്ച്. അപ്പോൾ 4 വശത്തൂടെ ഒരു ഇൻസൈഡിൽ നിന്ന് ഔട്ട്സൈഡ് വരെ കണക്ക് കൂട്ടിയാൽ 16 അങ്കുലം വരും. മനസ്സിലായി? അത് ചുറ്റി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അടുത്ത കണക്ക് അങ്ങനെ പിന്നെ അതിന് ആയമുണ്ട്, വ്യയമുണ്ട്, അതായത് വരവുണ്ട്, ചിലവുണ്ട്. വരവിൽ കൂടുതൽ ചിലവ് വന്നാൽ അവിടെ നിലനിൽപ്പില്ലാതെ വരും. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് ഈ പറയുമ്പോൾ തീരുന്നതല്ല. എല്ലാ മതക്കാരും അവരവരുടെ ഈശ്വരനെ വിളിക്കുന്നുണ്ട്. ഈശ്വരനില്ല എന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ എല്ലാവരും അവരവരെ വിളിക്കും. എല്ലാവരും പറയും ഈശ്വരനില്ല തോപ്പിയാന്നൊക്കെ. അതല്ല, ഈശ്വരനുണ്ട്, എല്ലാവരിലും ഉണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ അവയവങ്ങൾക്കെല്ലാം വ്യത്യസ്തമായ രീതി അളവും വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ എല്ലാവരുടെയും മനുഷ്യൻ്റെ 8 ചാൺ നീളം ഒരാളിന്. അവൻ്റെ മാറളക്കുന്നത് സ്ക്വയറിൽ കിടക്കുവാണ്. ഇതെല്ലാം ആര് കണ്ടുപിടിച്ചതാണ്? പിന്നെ അവൻ്റെ കൈയുടെ വലിപ്പം ഇതെല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ്. ഒരേ മുഖച്ഛായ സ്വന്തം മക്കളായാലും ശരി ആ യഥാർത്ഥ മുഖച്ഛായ കിട്ടത്തില്ല. ആളുകളൊക്കെ ഇങ്ങനെ പറയും 7 പേരുണ്ടല്ലോ, 600 ചില്ലാനം കോടി ഈ ജനങ്ങളുള്ളിടത്ത് 7 പേരെന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട്? പെർസെൻറ്റേജ് പോലും ഇല്ല. അപ്പം ഇല്ലെന്ന് വേണം പറയാൻ. അതുകൊണ്ടാണല്ലോ ഈ കൈരേഖയൊക്കെ നോക്കുന്നത്. ഒരു അനന്തമായ ശക്തിയുണ്ട്. അപ്പോൾ ഈ വാസ്തുവിലേക്കല്ലേ നമ്മൾ പറഞ്ഞു വന്നു. അതും ഇതിനൊരു കാരണം അതാണ്. സാധാരണ ആർക്കും അറിയാൻ വയ്യാത്ത ഒരു കാര്യമാണ്. ഒരാളിന് രാത്രിയിൽ കുറഞ്ഞതൊരു 8-9 മണിക്കൂർ ഒരു റൂമിൽ കഴിയണമെങ്കിൽ അവിടെ കുറഞ്ഞത് 600 കുബിക്കടി വിത്തൗട്ട് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഫർണിച്ചർ ഒന്നുമില്ലാത്ത 600 കുബിക്ക് അടി സ്ഥലത്തെ വായു ഉണ്ടെങ്കിലേ അവന് വിളിക്കുന്നിടം വരെ ശുദ്ധവായു കിട്ടത്തുള്ളൂ. പഴയ കാലത്ത് എല്ലാ ആളുകളും അറയുടെ പുറത്തായിരുന്നു. അറയെന്ന് പറയുന്ന ഉണ്ടാക്കുന്നത് ആഹാര സാധനങ്ങൾ സൂക്ഷിക്കുന്ന സാധനമായിരുന്നു. മനുഷ്യരെല്ലാം പുറത്താണ് കിടക്കുന്നത്. 4 കെട്ടുണ്ട്. അപ്പോൾ എയർ സർക്കുലേഷൻ ഉണ്ട് പുറത്തുനിന്ന്. അവനെല്ലാം ഭയങ്കര ആരോഗ്യമായിരുന്നു. അവൻ നിശ്ചയിക്കുന്ന സമയത്ത് എഴുന്നേൽക്കുമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ്
ആഹാരമെല്ലാം വീട്ടിലുണ്ടാക്കുന്ന ആഹാരമായിരുന്നു കഴിക്കുന്നത്. എന്നിട്ട് വെളുമ്പുരയിടത്തിൽ പോയി വിളിക്കിറങ്ങും, മലശോധനയൊക്കെ നടത്തുന്ന വെളുമ്പുരയിടത്ത്. ഇന്ന് വെളിയിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് പെരയ്ക്കകത്ത് വിളിക്കിറങ്ങും. ഇങ്ങനെയുള്ള വ്യത്യാസം. മനുഷ്യരെല്ലാം തലതിരിഞ്ഞു പോയി. ഇനിയിപ്പോൾ നമുക്ക് പറഞ്ഞവരെ നേരെയാക്കാനൊക്കത്തില്ല. ഞങ്ങളിവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേഷൻ നടത്തിയത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തു, അത്രമാത്രം. അപ്പം ഇനിയും കണ്ടുകൂട്ടാം അല്ലേ മാമ? ഓക്കെ, താങ്ക് യു. ഓക്കെ.